ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പെപ്പർ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാൻ അടുപ്പിലിട്ട് വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈക്ക് ടേസ്റ്റ് പകരുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഇതിലോട്ട് ഒരു നാരങ്ങാ മുഴുപ്പിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഫിഷിന് ഉപ്പും മഞ്ഞളും മുളകും തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ഇനി മീൻ ഇതിലോട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. ചാന്ദ്രൂക്ക് എന്ന് പറഞ്ഞ ഫിഷാണ്. നമുക്കിത് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. കുറച്ച് വറ്റൽമുളകും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും കൂടി പൊടിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിനെ പയ്യെ ഒന്ന് മറിച്ചിടാം, പൊട്ടിപ്പോകാണ്ട്. ഇത് ഞങ്ങളിവിടെ വിളിക്കുന്ന പേര് റോഗ് ചന്തെന്നാണ്. എനിക്കിത് ശരിക്കുള്ള മലയാളം പേര് അറിയില്ല ഇതെന്താണെന്ന്. നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത്. വെറുതെ കുടംപുളിയും മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് വെറുതെ വേവിച്ചെടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പെരിഞ്ചീരകം, കുരുമുളക്, വറ്റൽമുളക് ക്രഷ് ചെയ്ത് നമുക്കിതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ഒന്നുകൂടി മറിച്ചിടാം. ഈ ബാക്കിയുള്ള കുരുമുളക് ക്രഷ് ചെയ്ത് കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകമൊക്കെ പൊടിച്ചിട്ടിപ്പോൾ ഭയങ്കര ഒരു സുഗന്ധമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാളംപുളി വെള്ളത്തിലും കൂടെ ചേർത്ത് വറക്കുമ്പോൾ ഒരു അസാധ്യ ടേസ്റ്റാണ്. ഈ മീനിൻ്റെ പ്രത്യേകത ഇതിനധികം എണ്ണയൊന്നും വേണ്ട. നമ്മൾ വറക്കും തോറും ഇതിൻ്റെ അകത്തുനിന്ന് എണ്ണ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അധികം തീയൊന്നും വെക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഇതുപോലൊക്കെ കരിയാനൊക്കെ തുടങ്ങും. ഒരു 3-4 വട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഈ മസാല നമുക്ക് കോരിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് പറക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ വരും. ഇതിൻ്റെ അകത്ത് തന്നെ എണ്ണ ഒഴുകി വരും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.